2 കിലോ ചിക്കനാണ്. ആദ്യം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എന്നിവ ഒരു ചെറിയ സ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു 5 പച്ചമുളക് ഇവ ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി മൊരിഞ്ഞ് വഴണ്ടി വരുമ്പോൾ ഒരു ബ്രൗൺ നിറമാകും. ബ്രൗൺ നിറമാകുന്ന ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. നന്നായി തന്നെ ഇത് ബ്രൗൺ നിറമാകണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പസമയം ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനാവശ്യമായ സവാള വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയും. അതിന് ഒരു 4 സവാള ചെറുതായി അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റണം. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ബ്രൗൺ നിറമാകണ്ട, എന്നാലും സവാള ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. സവാള ഈ പരുവത്തിലാകുമ്പോൾ ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, ഇതുപോലെ ഉള്ള സ്പൂൺ കൊണ്ട് 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കണം. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ, അതേ സ്പൂൺ കൊണ്ട് തന്നെ 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കുകയാണ്. 2.5 സ്പൂൺ മുളക് പൊടി ചേർക്കണം. നല്ല എരിവുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ 2.5 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അധികം കരിയാതെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പും ചേർത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാവുന്നതാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം ചിക്കനിലെ വെള്ളം ഇതിലുണ്ടാകും. എന്നാലും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കണം. അല്പം ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറിയാണിത്. ഗ്രേവി ആവശ്യമില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. അല്പം വെന്തതിന് ശേഷം തുറന്ന് നോക്കി ഇതിലേക്ക് മല്ലിച്ചപ്പ് തൂക്കി ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളി ചിക്കൻ കറി അപ്പോൾ തയ്യാറായിട്ടുണ്ടാകും. ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫ്രണ്ട്സ്.